ആന്റി എവിടെ പോകുക? ഭയത്തിൽ വിറയ്ക്കുന്ന ഉത്തരയെയും അവരുടെ കയ്യിലുള്ള ബാഗിലേക്ക് നോക്കിക്കൊണ്ട് യാദവ് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവർ വിറച്ചുകൊണ്ടിരുന്നു. അത് മോനെ, ഞാൻ വീട്ടിലേക്ക്. പറയാൻ വരുന്നത് എന്തോ പൂർത്തിയാക്കാൻ കഴിയാതെ ഉത്തര പരിങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അവരെ നോക്കിക്കൊണ്ട് യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു, ആന്റി ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് അവരെ നോക്കാതെ അവൻ വേഗം അകത്തേക്ക് കയറി. തന്നെ മറികടന്ന് പോകുന്ന യാദവിനെ കാണെ ഉത്തര ഭയത്തിൻ്റെ ആഴം കൂടി. ഒന്നനങ്ങാൻ പോലും കഴിയാതെ അവരവിടെ തന്നെ തറഞ്ഞു നിന്നു. എന്നാൽ യാദവിന് പുറകെ വന്ന സേവ്യർ അവരുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, അകത്തേക്ക് വരൂ മേഡം. ആ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു. അത് പറഞ്ഞതിനു ശേഷം അവരെ നോക്കി ഒന്ന് കലിപ്പിൽ നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് പോയി. ഇനി എന്തായാലും യാദവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാളിയാർ മഠം വിട്ട് പുറത്തു പോകാനും കഴിയില്ല. ഭയത്തോട് അകത്തേക്ക് നടക്കുമ്പോൾ അവരുടെ മുട്ടുകാൽ കൂട്ടിയിടിച്ചു കൊണ്ടിരുന്നു. ഉത്തര ഹാളിലെത്തിയപ്പോഴേക്കും അവിടെ കാളിയാർ മഠത്തിലുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു. അത് കാണി അവരുടെ ഉള്ളിലെ ഭയം കൂടി. ഹാളിലേക്ക് വന്ന എല്ലാവരും യാദവിനെ കണ്ട് പകച്ചു നിൽക്കുവാണ്. അവൻ വരുമെന്നറിയാം, പക്ഷെ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് കരുതിയിരുന്നില്ല. ആരെയും നോക്കാതെ ഏതോ അവിടെയുള്ള സോഫയിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ അടുത്തേക്ക് വന്ന സേവിയറുമുണ്ട്. അവൻ്റെ കണ്ണുകൾ ഭയന്ന് വിറച്ചു നടന്നു വരുന്ന ഉത്തരയിലായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള യദുവിൻ്റെ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് ഭയന്നു. ഒരു പൊട്ടിത്തെറിയായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അവൻ്റെ ഈ പ്രവൃത്തി അവരെ ആകെ കൺഫ്യൂഷനാക്കി. അപ്പോഴേക്കും മുകളിലിരുന്ന് ലച്ചു പതിയെ താഴേക്ക് വന്നു. ഹോസ്പിറ്റലിൽ ആമിയെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അവൾ. ലച്ചു പടികളിറങ്ങി താഴേക്ക് വന്നു. അവളുടെ കണ്ണുകൾ ആദ്യം ചെന്ന് പതിക്കുന്നത് സോഫയ്ക്ക് പുറകിൽ അവളെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന സേവ്യറിനെയാണ്. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം അവൻ്റെ ആ നോട്ടം വന്ന് പതിച്ചത് ലച്ചുവിൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. അവളുടെ ഉള്ളിൽ കുറ്റബോധം തിരതല്ലുന്നതിൻ്റെ കൂടെ അവൻ്റെ വെറുപ്പ് നിറഞ്ഞ ദേഷ്യം കൂടെ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. താൻ ചെയ്ത പ്രവൃത്തിക്ക് ഒരു പക്ഷേ വല്യേട്ടൻ ക്ഷമിച്ചാലും സേവ്യർ ക്ഷമിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം സേവ്യറിൻ്റെ ജീവിതത്തിൽ യാദവ് കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ എന്ന് അവളേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ വല്യേട്ടൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും താൻ ചെയ്തത് ഒരിക്കലും സേവ്യർ ക്ഷമിക്കില്ലെന്ന് അവൾക്കറിയാം. അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ചു. പിന്നീടാണ് സോഫയിൽ ചാഞ്ഞിരിക്കുന്ന യാദവിലേക്ക് ലച്ചുവിൻ്റെ ശ്രദ്ധ പോകുന്നത്. പിന്നെ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവളുടെ കാലുകൾക്ക് വേഗത കൂടുതലായിരുന്നു. യാദവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു ലച്ചു. ഒരു നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ നിലത്തിരുന്ന് യാദവിൻ്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന ലച്ചുവിലേക്ക് പോയി. തൻ്റെ കാലിൽ ആരോ പിടിച്ചതും സോഫയിൽ ചാരി കണ്ണുകളടച്ചു കിടന്ന് ലച്ചുവിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. മാപ്പ്, വലിയ തെറ്റാ ഞാൻ ചെയ്തത്. ഏട്ടത്തിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാ. ഏട്ടൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ സത്യമായിട്ടും ഏട്ടത്തി വിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. എനിക്കെന്തെങ്കിലും ശിക്ഷയെങ്കിലും തന്നു. അത് പറയുന്നതിനോടൊപ്പം യാദവിൻ്റെ കാലിൽ മുറുക്കെ പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ലച്ചു. കാളിയാർ മഠത്തിലെ ഓരോരുത്തരെയും ആ കാഴ്ച കണ്ട് വേദനയോടെ നിന്നു. എല്ലാവരുടെ ഉള്ളിലും ലച്ചു എന്ന് കുറുമ്പുള്ളൊരു കുഞ്ഞു കുറുമ്പിയാണ്. അവളുടെ ആഗ്രഹങ്ങൾക്കും വാശിക്കും ഒന്നും ഏട്ടന്മാരും വല്യച്ഛനും ചെറിയച്ഛനും അച്ഛനും മുത്തശ്ശനും ഒന്നും എതിരെ നിൽക്കാറില്ല. കാളിയാർ മഠത്തിലെ ഒരേ ഒരു പെൺകുട്ടി എന്ന എല്ലാ പരിഗണനയോടും കൂടി തന്നെയാണ് അവൾ വളർന്നത്. പക്ഷെ ഇന്നോളം അതിൻ്റെ അഹങ്കാരം അവൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാഴ്ച എല്ലാവരിലും വേദനയുണർത്തി. പക്ഷേ ആരും അവളെ തടയാനോ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ മുതിർന്നില്ല. എന്നാൽ തൻ്റെ കാല് പിടിച്ച് കരയുന്ന ലച്ചുവിൻ്റെ അവസ്ഥ യാദവിൻ്റെ ഉള്ളിൽ വേദന തോന്നി. കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ച് അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. എന്നിട്ട് പതിയെ ലച്ചുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. ഒരു നിമിഷം ലച്ചുവിൻ്റെ മുഖം മുഴുവൻ യാദവിൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു. ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ലെന്ന് അവൾ നീരുവന്ന കൺതടം ഇറുകിയ കണ്ണുകളും വിളിച്ചോതുന്നതായിരുന്നു. എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം വീട് മുഴുവൻ ചുറ്റിക്കിടന്ന് നടക്കുന്ന ലച്ചുവിൻ്റെ മുഖത്തിന്ന് ബാധിച്ചിരിക്കുന്നത് വിഷാദമാണ്. അതിൽ നിന്ന് തന്നെ ലച്ചുവിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ യാദവിന് ഊഹിക്കാൻ കഴിയുമായിരുന്നു. അവളെ നോക്കി ഒന്നും പറയാതെ നിറഞ്ഞൊഴുകുന്ന ലച്ചുവിൻ്റെ കണ്ണുനീർ തുള്ളികൾ യാദവ് തൻ്റെ കൈകൊണ്ട് തുടച്ചു നീക്കി. എന്നാൽ അപ്പോഴും അവൻ്റെ പ്രവൃത്തിയിലാകെ ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ് കാളിയാർ മഠം മുഴുവൻ. ഇത്ര വർഷത്തിനിടയ്ക്ക് ലച്ചുവിനെയോ മറ്റു സഹോദരങ്ങളെയോ ഒന്ന് നോക്കി ചിരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത അവനാണ് ഇന്നലെ രാത്രി തൻ്റെ ഭാര്യ, അതും ഗർഭിണിയായ ഭാര്യ, ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കാരണമായ ലച്ചുവിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നത്. കണ്ട കാഴ്ചയിൽ കണ്ണുകൾ രണ്ടും ഒന്ന് മുറുകി.
മുറുക്കെ അടച്ചു തുറന്നു എല്ലാവരും. നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ വാക്കുകൾ കൊണ്ട് നീ ആമിയെ മുറിവേൽപ്പിച്ചപ്പോൾ അത് അവൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് നീ ചിന്തിച്ചില്ല. ഈ വീട്ടിലേക്ക് അവൾ എൻ്റെ ഭാര്യയായാണ് വന്ന് കയറിയത് എങ്കിലും എന്നെ ഒഴിച്ച് ഈ വീട്ടിലുള്ള മറ്റെല്ലാവരെയും അവൾ സ്വന്തമായി തന്നെയാണ് കണ്ടത്. പോരാത്തതിന് ഈ വീട്ടിൽ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയും. ഒരു കൂടപ്പിറപ്പില്ലാത്ത അവൾക്ക് നീ എന്നും ഒരു കുഞ്ഞനുജത്തി തന്നെയായിരുന്നു. ഇത്ര വർഷത്തിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാത്ത സ്നേഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് ആവോളം ഇവിടെയുള്ള എല്ലാവർക്കും അവൾ പകർന്നു തന്നിട്ടുണ്ട്. നിന്നേക്കാൾ കൂടുതൽ അവൾ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവളെ മനസ്സിലാക്കുന്നതിൽ നിനക്ക് തെറ്റുപറ്റി. അവൻ പറയുന്ന വാക്കുകളെല്ലാം 100% സത്യമാണ് എന്ന് ലച്ചുവിനറിയാം. പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ താൻ അതെല്ലാം മറന്നുപോയി. ആ സമയം താൻ യാദവിൻ്റെ സ്വാർത്ഥയായ സഹോദരി മാത്രമായിരുന്നു. ആ ഓർമ്മയിൽ ലച്ചുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. എന്നാൽ അവളെ നോക്കിക്കൊണ്ട് വീണ്ടും അവൻ സംസാരിച്ചു തുടങ്ങി. ആമിയോട് പറഞ്ഞത് കടന്നുപോയി എന്നോർത്താണ് നീ കരയുന്നതെങ്കിൽ നിന്നെ ഞാൻ തടയില്ല. എന്നാൽ നീ കാരണമാണ് ആമി ഇന്നലെ വീട് വിട്ടു പോയത് എന്നോർത്താണ് നീ കരയുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് ചെയ്തവർക്കുള്ള ശിക്ഷ ഞാൻ ഈ നിമിഷം തന്നെ നൽകുന്നതാണ്. മുഷ്ടി ചുരുട്ടി പിടിച്ച ദേഷ്യത്തോടെ അത് പറഞ്ഞുകൊണ്ട് അടുത്തു നിൽക്കുന്ന സേവ്യറിനെ നോക്കി. അത് കണ്ടതും ഒന്ന് ക്രൂരമായി ചിരിച്ചു അവൻ. ഒരു നിമിഷം യാദവ് പറഞ്ഞ വാക്കുകളിലൂടെ അർത്ഥം മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കി നിന്നു. പിന്നീട് യാദവിൻ്റെ വാക്കുകൾ കീറി മുറിച്ച് പരിശോധിക്കുകയായിരുന്നു ഓരോരുത്തരും. എന്നാൽ ആ വാക്കുകൾക്ക് വന്ന് പതിച്ചത് നേരെ ഉത്തരയുടെ ഉള്ളിലേക്കായിരുന്നു. ഇനി തനിക്ക് രക്ഷയില്ല എന്നവർ മനസ്സിലുറപ്പിച്ചു. മരണഭയം അവരുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. അരുണിമയുടെ വാക്കുകേട്ട് ഓരോന്ന് ചെയ്തു കൂട്ടാൻ തോന്നിയ നിമിഷത്തെ അവർ സ്വയം ശപിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏട്ടാ, ആ ചോദ്യം ലച്ചു പൂർത്തിയാക്കുന്നതിന് മുൻപ് കാറ്റുപോലെ എന്തോ ഇന്ന് പാഞ്ഞു ചെന്ന് ഉത്തരയുടെ ഇരു കവിളിലും ആഞ്ഞടിച്ചിരുന്നു. ഒരു നിമിഷം ലച്ചു ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. എന്നാൽ അവിടെ കണ്ട കാഴ്ചയിൽ അവരുടെ കണ്ണു തുറിച്ചു വന്നു. ഒട്ടും കരുണയില്ലാതെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഉത്തരയുടെ കരണത്തടിക്കുന്ന സേവ്യർ. കുട്ടിക്കാലം മുതലേ ഉത്തരയ്ക്ക് സേവ്യറിനോട് പുച്ഛമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്കുകൾ കൊണ്ട് പലതവണ ഉത്തര അവനെ അപമാനിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും അവർക്കെതിരൊരു വാക്ക് മിണ്ടാത്തവനാണ്. സേവ്യറുടെ അമ്മയുടെ പ്രായമുണ്ട് ഉത്തരയ്ക്ക്. അവരെ സേവ്യർ കൈനീട്ടി അടിക്കുന്നത് നോക്കി നിൽക്കാൻ മുത്തശ്ശന് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, കാളിയാർ മഠത്തിലുള്ള ഒരാൾക്കും അത് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. പ്രത്യേകിച്ച് ഉത്തരവ് ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക്. സേവി! മുത്തശ്ശൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും അതുവരെ ഉത്തരയെ അടിച്ചുകൊണ്ടിരുന്ന സേവ്യർ തൻ്റെ കൈ താഴ്ത്തി വെച്ചു. എന്തിനാ നീ ഉത്തരവ് ഉപദ്രവിക്കുന്നത്? അവനെ നോക്കി ദേഷ്യത്തിൽ അത് ചോദിക്കുമ്പോൾ രവിവർമ്മ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞാൽ മതിയോ? യാദവിൻ്റെ ശബ്ദം കേട്ട് അവിടെ ഉയർന്നപ്പോൾ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. യദു! അദ്ദേഹം സംശയത്തോടെ അവനെ വിളിച്ചതും യാദവ് സേവ്യറിനെ ഒന്ന് നോക്കി. അത് കണ്ടതും സേവ്യർ തൻ്റെ കയ്യിലുള്ള CCTV വിഷ്വൽസ് TV-യിലേക്ക് കണക്ട് ചെയ്തു. ഒരു നിമിഷം അതിൽ തെളിഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ കാണി എല്ലാവരുടെയും മുഖത്ത് അവിശ്വസനീയതയായിരുന്നു. ഗർഭിണിയായ ആമിയെ ഒട്ടും ദയയില്ലാതെ പിടിച്ചു പുറത്താക്കുന്ന ഉത്തര. അവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരും ആ ദൃശ്യം കണ്ടതും ദേഷ്യത്തിലായി. ഒട്ടും ദയയില്ലാതെ ഗർഭിണിയാണെന്ന് പോലും ചിന്തിക്കാതെ രാത്രി ആമിയെ വീടിന് പുറത്തേക്ക് തള്ളിയിടുന്ന ഉത്തര. എന്നിട്ടൊന്നറിയാത്ത പോലെ ഇവർ ചെയ്ത തെറ്റൊളിപ്പിച്ച് ലച്ചുവിൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അടികൊണ്ട് അവശയായിരിക്കുവാണ് ഉത്തര. എന്നാൽ അപ്പോഴേക്ക് ഉത്തരയുടെ കവിളിൽ അടുത്തടി പതിഞ്ഞിരുന്നു. വലത്തെ കവിൾ ആകെ നീറിപ്പൊഴിയുന്ന വേദന തോന്നിയതും തലയുയർത്തി നോക്കി അവർ മുൻപിൽ കലിതുള്ളി നിൽക്കുന്ന മുത്തച്ഛനെ കണ്ടതും ഭയത്തിൽ വിറയ്ക്കാൻ തുടങ്ങി. വല്യച്ഛ! വിളിച്ച് പൂർത്തിയായതും ഇടത്തെ കവിളിൽ മറ്റൊരടി കൂടെ കിട്ടിയിരുന്നു. മിണ്ടരുത്! ഇനി മേലിൽ നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. നിന്റെ അച്ഛനോടുള്ള കടപ്പാടിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ നിന്നെ കൊന്ന് കുഴിച്ചു മൂടേനെ ഞാൻ. നിനക്ക് എങ്ങനെ തോന്നി ഉത്തരേ ആമിമോളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഒരു ഗർഭിണിയാണെന്ന് പരിഗണന പോലും കൊടുക്കാതെ അവളോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ നീ എത്ര ക്രൂരയായിരിക്കും. എന്നിട്ടെല്ലാ കുറ്റവും ലച്ചുമോളുടെ തലയിൽ കെട്ടിവെച്ചില്ലേ? മതി, ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം. ഇങ്ങോട്ടിനി തിരിച്ചു വരാനും പാടില്ല. രവിവർമ്മയുടെ വാക്കുകളിൽ ഉത്തരാകെ ഞെട്ടിത്തരിച്ചു നിന്നു. ഇത്ര വർഷങ്ങൾക്കിടയിൽ തന്നെ മോളെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. പോരാത്തിന് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചോദിച്ചപ്പോഴൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പണം തന്ന് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും ഇന്ന് വരെ തിരിച്ചു ചോദിച്ചിട്ടില്ല. അതേസമയം ഉത്തരയെ തന്നെ നോക്കി നിൽക്കുകയാണ് ലച്ചു. അവളുടെ കണ്ണുകൾ ചുവന്ന് കരങ്ങിയിട്ടുണ്ട്. അന്ന് യദുവിൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് പിടിച്ചു നിർത്തി ആമിക്കെതിരെ ഓരോന്ന് പറഞ്ഞു തന്നത് അവരാണ്. അന്നതൊന്നും കേട്ടതായി പോലും ഭാവിച്ചില്ലെങ്കിലും ഇന്നലെല്ലാം കേട്ടപ്പോൾ തനിക്ക് സ്വബോധം നഷ്ടപ്പെട്ടതാണ്. എന്നിട്ടും
എല്ലാം ചെയ്തു വെച്ച ആ കുറ്റം തൻ്റെ തലയിൽ വെച്ച് കുറച്ച് മുൻപ് വരെ എല്ലാവരുടെയും മുൻപിൽ തകർത്ത് അഭിനയിച്ച ഉത്തരയെ കൊല്ലാനുള്ള കലി തോന്നി അവൾക്ക്. ആ മുഖത്തടിക്കാൻ കൈതരിച്ചു. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവളെ അടിക്കാൻ വേണ്ടി 2 അടി മുന്നോട്ട് വെച്ചു. എന്നാൽ അപ്പോഴേക്കും യാദവ് വന്ന് ഉത്തരയുടെ മുടിക്കുത്ത് പിടിച്ചിരുന്നു. വേദന കൊണ്ട് അവർ അറിയാതെ അലറിപ്പോയി. എന്നാൽ അതിനൊന്നും അവൻ്റെ ദേഷ്യം തണുത്തില്ലായിരുന്നു. ഇന്നലെ തൻ്റെ മുൻപിൽ വന്ന് വീണ ആമിയുടെ ചിത്രം മാത്രം മതിയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അതുപോലെ തന്നെ ഇത്തവണ യാദവിൻ്റെ അടി കൊണ്ട് കരയുന്ന ഉത്തരയെ കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന ആർക്കും ഒരു തുള്ളി സഹതാപം പോലും അവരോട് തോന്നിയില്ല. ഇന്ന് മാത്രമല്ല, അതവർ അർഹിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. "പറയടി പൊന്ന മോളി, ആര് പറഞ്ഞിട്ടാ നീ ആമിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്?" ദേഷ്യം തീരാതെ അവരുടെ കവിളിൽ കുത്തിപ്പിടിച്ചായിരുന്നു യാദവ് ചോദിച്ചത്. "വേദനിക്കുന്നു, മതി, ഞാൻ പറയാം." വേദന സഹിക്കാൻ കഴിയാതെ ഉത്തര പറഞ്ഞപ്പോൾ അവരുടെ കവിളിൽ നിന്നും കൈയെടുത്ത് അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു യാദവ്. കാളിയാർ മഠത്തിലുള്ള എല്ലാവരും ഉത്തരയ്ക്കുൾ പറയാനുള്ളത് എന്താണെന്ന് അറിയാനുള്ള തിടുക്കത്തിലായിരുന്നു. ആർക്കാണ് ആമിയോട് ഇത്രയ്ക്ക് ദേഷ്യം? അതും ഉത്തരയെ വെച്ച് കാളിയാർ മഠത്തിൽ കയറി കളിക്കാൻ മാത്രം ധൈര്യമുള്ള ആള്. "അരുണിമ പറഞ്ഞിട്ടാ ഞാനിതെല്ലാം ചെയ്തത്. അവൾക്ക് യദുവിനെ ഇഷ്ടമാണെന്നും അവനെ വിവാഹം കഴിക്കാൻ ഇപ്പോൾ ആമിയും കുഞ്ഞുങ്ങളെയും തടസ്സമാണെന്നും അവരെ ഒഴിവാക്കി തന്ന ഞാൻ ചോദിക്കുന്നത് എന്തും തരാമെന്ന് അരുണിമ പറഞ്ഞപ്പോൾ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ സമ്മതിച്ചു പോയി." ഒരു നിമിഷം ഉത്തരയുടെ വെളിപ്പെടുത്തൽ കാളിയാർ മഠം നടുങ്ങിപ്പോയി. ഇന്നലെ വരെ യദുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നടന്നിട്ടും അവൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച വേദനയിൽ അവൾ ഒരുകി കഴിയുന്ന ഒരു പാവം, അതായിരുന്നു അവർക്ക് അരുണിമ. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും സേവ്യറിലും യാദവിലും പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനെല്ലാം പിന്നിൽ അരുണിമയാണെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. യാദവിന് അരുണിമയുടെ വിവാഹാലോചന വന്നപ്പോൾ തന്നെ ആരും അറിയാതെ സേവ്യ രഹസ്യമായി അവളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതാണ്. അന്നവർ മനസ്സിലാക്കിയതാണ് അരുണിമയുടെ യഥാർത്ഥ രൂപം. അരുണിമ പറഞ്ഞിട്ടാണ് ഉത്തര ഇതെല്ലാം ചെയ്തത് എന്ന് അവർക്കറിയാമായിരുന്നിട്ടും ഉത്രയുടെ നാവിൽ നിന്ന് തന്നെ ഇത് കാളിയാർ മഠത്തിലുള്ളവരെല്ലാവരും അറിയണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. "നീ പറയുന്നത് സത്യമാണോ?" കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ മുത്തശ്ശൻ ഉത്രയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും നേരത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ ചൂടിൽ വലത് കൈ കവിളിൽ പൊത്തിപ്പിടിച്ച് കിടുകിട വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു അവർ. "സത്യമാണ്." അത് കേൾക്കെ ഉത്രയെ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും മുത്തശ്ശനൊന്ന് നോക്കി. "ഈ നിമിഷം നിനക്ക് കാളിയാർ മഠം വിട്ടു പോകാം. ഇനി ഒരിക്കലും ഈ വീടിൻ്റെ പടി ചവിട്ടരുത്. ഇനി കാളിയാർ മഠവുമായി ഉത്തരയ്ക്ക് യാതൊരു ബന്ധവുമില്ല." മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ടതും ഞെട്ടലോടെ ഉത്തര അദ്ദേഹത്തെ തല ഉയർത്തി നോക്കി. എന്നാൽ മുത്തശ്ശൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഹിമചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "ഇവളെ ഈ വീട്ടിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്താക്ക്. ആമി മോളെ ഇവളെ എങ്ങനെയാണ് കാളിയാർ മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടത് അതുപോലെ." അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മുത്തശ്ശനെ നോക്കിക്കൊണ്ട് ഹിമചെറിയമ്മ നേരെ ഉത്തരയുടെ അടുത്തേക്ക് പോയി. അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കാളിയാർ മഠത്തിലെ പടിക്ക് പുറത്തേക്ക് തള്ളിയിടുമ്പോൾ കാളിയാർ മഠത്തിലുള്ള എല്ലാവരുടെയും മനസ്സിലും ഒരു തണുപ്പുണ്ടായിരുന്നു. അപ്പോഴും അവിടെ നിന്ന് 2 ജോഡി കണ്ണുകൾ പകയോടെ കനലെരിഞ്ഞോണ്ടിരുന്നു. തീരാത്ത അഗ്നിയോടെ അവർ ഉത്തരയെ നോക്കി നിന്നു.